ഏത് രീതിയിലാണ് റെഫറൻസ് വീഡിയോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് XML ഫയൽ വെച്ച് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഈ ക്രിയേറ്റ് ചെയ്ത ടൈം ലൈനുമായി റെഫറൻസ് വീഡിയോ എങ്ങനെ ലിങ്ക് ചെയ്യാം, XML പഞ്ച് ചെയ്തതിന് ശേഷം കിട്ടിയ ടൈം ലൈനിലെ ബേസിക് കൺഫേമിംഗ് പ്രോസസ്സുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. ഈ സീരീസിലെ എഡ്യൂക്കേഷണൽ വീഡിയോകൾ ബിഗിനേഴ്സിനു വേണ്ടി എഡിറ്റിംഗ് പഠിക്കാവുന്നവയല്ല. ഇവയിൽ XML റെഫറൻസ്, ഓർഗനൈസ്ഡ് ബിൻ ക്രിയേഷൻ, കൺഫോമിംഗ്, കൺസോൾട്ടേഷൻ, VFX, ബാച്ച് റെൻഡറിംഗ്, റെൻഡർ ക്യൂ ടെക്നിക്കുകൾ, റെൻഡർ പേജ് സെറ്റിംഗ്സുകൾ, ഫോർമാറ്റ് ആൻഡ് കോഡക് ഓപ്ഷൻസ് തുടങ്ങിയ ഇന്റർമീഡിയറ്റ് ലെവൽ വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്. സ്വന്തമായി എഡിറ്റിംഗ് പഠിച്ചവർക്കും ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കും ഫിലിം ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ കൺഫോമിസ്റ്റായി ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സീരീസ് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഈ വീഡിയോകളിലൂടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോകളിൽ പ്രൊഫഷണലായി എങ്ങനെ ടാസ്കുകൾ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം ആരി ഒഫീഷ്യൽ സാമ്പിൾ ഫൂട്ടേജസ് ആണ്. ഈ ഫൂട്ടേജസ് എല്ലാം കളർ മാനേജ് ചെയ്യാത്ത ഫൂട്ടേജസ് ആണ്. അതുകൊണ്ട് റോ ആയിട്ടായിരിക്കും വ്യൂവറിൽ കാണുന്നത്. എന്താണ് XML ഫയൽ, എന്താണ് റെഫറൻസ് വീഡിയോ, ഇവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഒരു സോഫ്റ്റ്വെയറിൽ നിന്നും മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് എഡിറ്റ് ചെയ്തതുപോലെ തന്നെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് XML. ആ XML ഫയൽ ക്രിയേറ്റ് ചെയ്ത ടൈം ലൈനിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ആണ് റെഫറൻസ് വീഡിയോ. അതുപോലെ XML ഫയൽ വെച്ച് ക്രിയേറ്റ് ചെയ്ത ടൈം ലൈൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോയും കൂടിയാണ് റെഫറൻസ് വീഡിയോ. ഒരു സിനിമയുടെ എഡിറ്റർ എഡിറ്റ് ചെയ്തതിന് ശേഷം കളർ ഗ്രേഡ് ചെയ്യാൻ DI സ്റ്റുഡിയോയിലേക്ക് അഥവാ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിലേക്ക് XML റെഫറൻസ് ഫയൽ അയക്കുന്നതാണ്. ആ ഫയൽസ് വെച്ചാണ് സ്റ്റുഡിയോയിൽ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നത്. ഇവിടെ ഡിഫാൾട്ട് ആയ ഒരു പ്രൊജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫൂട്ടേജസ് ഇമ്പോർട്ട് ചെയ്ത് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും XML റെഫറൻസ് ഫയൽസ് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫയൽസ് വെച്ച് ഈ സെയിം പ്രൊജക്റ്റിൽ തന്നെയാണ് XML പഞ്ച് ചെയ്യുന്നതും റെഫറൻസ് വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് ലിങ്ക് ചെയ്യുന്നതും. കാരണം ഇതിൽ ഓൾറെഡി ഫൂട്ടേജസ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. റെഫറൻസ് വീഡിയോ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ റെഫറൻസ് വീഡിയോ ഇമ്പോർട്ട് ചെയ്താൽ ടൈം ലൈൻ ആയി ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല. അതിനായി ആദ്യം ഏത് മീഡിയ പൂൾ ബിന്നിലേക്കാണ് റെഫറൻസ് ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ബിൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മീഡിയ സ്റ്റോറേജിൽ പോയി ആഡ് ചെയ്യേണ്ട ഫയൽ സെർച്ച് ചെയ്ത് കണ്ടെത്തിയതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ആസ് ഓഫ്ലൈൻ റെഫറൻസ് ക്ലിപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ റെഫറൻസ് ബിന്നിൽ ചെക്കർ ബോർഡ് രീതിയിൽ ഐക്കണുള്ള ഫയലായി റെഫറൻസ് വീഡിയോ ഇമ്പോർട്ട് ആയത് കാണാം. അടുത്തതായി എക്സ്പോർട്ട് ചെയ്ത XML വെച്ച് ടൈം ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിനായി മീഡിയ പൂളിൽ ടൈം ലൈൻ ഇമ്പോർട്ട് ചെയ്യാനുള്ള ബിൻ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ ടൈം ലൈൻ എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ഇമ്പോർട്ട് എന്ന സബ് ഓപ്ഷനിൽ കുറച്ച് ഫയൽ ടൈപ്പുകൾ കാണിച്ചിട്ടുണ്ട്. AAF, EDL, XML ഇങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ പോപ്പപ്പ് ആയി വരുന്നതാണ്. ആ വിൻഡോയിൽ XML ഫയൽ ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്ത് OK കൊടുത്താൽ XML ലോഡിംഗ് വിൻഡോ വരുന്നതാണ്. അതിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് പ്രൊജക്ട് സെറ്റിംഗ്സ്, പിന്നെ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് സോഴ്സ് സ്ക്രിപ്റ്റ് ഇൻടു മീഡിയ പൂൾ എന്നീ ഓപ്ഷനുകൾ ഡിസേബിൾ ചെയ്യേണ്ടതാണ്. പ്രൊജക്ട് നമ്മൾ മാനുവലി ആണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൂട്ടേജസും മാനുവലി തന്നെയാണ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നത്. അടുത്തത് യൂസ് സൈസിംഗ് ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതാണ്. ആ ഓപ്ഷനാണ് പൊസിഷനും ട്രാൻസ്ഫോമും റീറ്റൈൻ ചെയ്യുന്ന ഓപ്ഷനാണ്. അതിനുശേഷം OK കൊടുത്താൽ ക്ലിപ്സ് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ വരുന്നതാണ്. ഇതിൽ മാസ്റ്റർ ബിന്നുകളിലാണ് ക്ലിപ്സ് ഉള്ളത്. അത് ഞാൻ സെലക്ട് ചെയ്ത് OK കൊടുക്കുകയാണ്. ടൈം ലൈൻ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അടുത്തത് എങ്ങനെ ടൈം ലൈൻ റെഫറൻസ് വീഡിയോയുമായി ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ടൈം ലൈൻ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയ ടൈം ലൈനിൽ സബ് ഓപ്ഷൻ ആയ ലിങ്ക് ഓഫ്ലൈൻ റെഫറൻസ് ക്ലിപ്പ് എന്ന ഓപ്ഷനിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന റെഫറൻസ് വീഡിയോസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ടൈം ലൈനായി നമ്മുടെ റെഫറൻസ് വീഡിയോ ലിങ്ക് ആവുന്നതാണ്. ഒന്നിൽ കൂടുതൽ വീഡിയോകൾ റെഫറൻസ് ആയി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഓഫ്ലൈൻ റെഫറൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയും റെഫറൻസ് വീഡിയോകൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി റെഫറൻസ് വീഡിയോ കാണാൻ വേണ്ടി ഇൻസ്പെക്ടർ വിൻഡോ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ ഓഫ്ലൈനും റൈറ്റ് സൈഡിലെ വിൻഡോയിൽ ടൈം ലൈൻ വ്യൂവറും കാണാം. അഥവാ കണ്ടില്ലെങ്കിൽ
ഇവിടെ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓഫ്ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈൻ വിൻഡോ അവിടെ കാണാവുന്നതാണ്. ഈ വീഡിയോയുടെ ബാക്കി പോർഷനിലുള്ള ഭാഗങ്ങൾ കൺഫേമിംഗ് എന്ന പ്രോസസ്സിൽ ഉള്ള ഭാഗങ്ങളാണ്. ടൈം ലൈൻ ഇമ്പോർട്ടായ ബിന്നിൽ ശ്രദ്ധിച്ചാൽ കുറച്ച് കോമ്പോസിഷൻ ക്ലിപ്പുകൾ കാണാം. ആ ക്ലിപ്പുകൾ സ്പീഡ് റാം ചെയ്ത ക്ലിപ്പുകളാണ്. അത് ഡിലീറ്റ് ചെയ്താൽ ടൈം ലൈനിൽ ആ ക്ലിപ്പുകളെല്ലാം ഓഫ്ലൈനായി കാണാവുന്നതാണ്. ടൈം ലൈനിലെ ഈ ക്ലിപ്പുകൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺഫേം ലോക്ക് എനേബിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ചെയ്താൽ ടൈം ലൈനിലുള്ള ക്ലിപ്പിൽ ഒരു റെഡ് ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന വിൻഡോ പോപ്പപ്പ് ആയി വരുന്നതാണ്. അതിൽ നിന്നും കറക്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്ത് ചേഞ്ച് കൊടുത്താൽ ടൈം ലൈനിലുള്ള ക്ലിപ്പ് ഓൺലൈൻ ആവുന്നതാണ്. ഇവിടെ ചെറിയൊരു ടൈം ലൈൻ ആയതുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വിൻഡോയിൽ ഒറ്റ വീഡിയോ മാത്രം കാണിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് കാണിക്കുന്നതാണ്. അതിൽ നിന്നും നമ്മുടെ ക്ലിപ്പ് കറക്റ്റായി സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇതുപോലെ ചില സമയങ്ങളിൽ XML ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ക്ലിപ്സ് മാറാറുണ്ട്. അപ്പോഴും ഈ രീതിയിൽ കൺഫേം ലോക്ക് വിടിയിച്ചതിന് ശേഷം കറക്റ്റായ ക്ലിപ്പ് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ്. അടുത്തതായി ട്രാൻസിഷൻ ചെക്ക് ചെയ്യേണ്ട ടാസ്ക് ആണ്. ഏതെങ്കിലും ട്രാൻസിഷൻസ് XML പഞ്ച് ചെയ്തപ്പോൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഫസ്റ്റ് ട്രാൻസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. റഫറൻസിലും ടൈം ലൈൻ വ്യൂവറിലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് റെഡിയാക്കാൻ വേണ്ടി ഇൻസ്പെക്ടറിൽ പോയി ട്രാൻസിഷൻസ് എടുത്ത് നോക്കിയാൽ ഇവിടെ ക്രോസ് ഡിസോൾവ് ആണ് അപ്ലൈ ആയിരിക്കുന്നത്. ശരിക്കും ഇവിടെ ബ്ലർ ഡിസോൾവ് ആണ് വേണ്ടത്. അത് ചേഞ്ച് ചെയ്താൽ ഇവിടെ ട്രാൻസിഷൻസ് കറക്റ്റ് ആവുന്നതാണ്. ഇതുപോലെ എത്ര ട്രാൻസിഷൻസ് ഉണ്ടോ അത്രയും ട്രാൻസിഷൻസ് ചെക്ക് ചെയ്ത് മാറിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്: റെഫറൻസ് ക്ലിപ്പ് ആഡ് ചെയ്യാൻ മീഡിയ സ്റ്റോറേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ആസ് ഓഫ്ലൈൻ റെഫറൻസ് ക്ലിപ്പ്. രണ്ടാമത് XML വെച്ച് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ മീഡിയ പൂൾ ബിൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ലൈൻ ഇമ്പോർട്ട് ഫയൽ ടൈപ്പ് AAF EDL XML. XML ലോഡിംഗ് വിൻഡോയിൽ ഓപ്ഷൻസ് എനേബിൾ ആൻഡ് ഡിസേബിളിംഗ് ചെയ്യാനുള്ളത്. പിന്നെ ക്ലിപ്സ് ഉള്ള ബിൻ സെലക്ട് ചെയ്യുന്നത്. ടൈം ലൈനും ഓഫ്ലൈൻ റെഫറൻസ് ക്ലിപ്പും ലിങ്ക് ചെയ്യാൻ ടൈം ലൈനിൽ ലിങ്ക് ഓഫ്ലൈൻ റെഫറൻസ് ക്ലിപ്പ്, അതിൽ നമ്മുടെ റെഫറൻസ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക. കൺഫേം ലോക്ക് ഡിസേബിൾ ചെയ്യുന്നതും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതും കറക്റ്റ് ക്ലിപ്പ് ചൂസ് ചെയ്യുന്നതും ഈ രീതിയിലാണ് XML പഞ്ച് ചെയ്യുന്നതും ടൈം ലൈനായി റെഫറൻസ് വീഡിയോ ലിങ്ക് ചെയ്യുന്നതും. അടുത്ത വീഡിയോയിൽ VFX റെൻഡറിങ്ങും കൺസോൾട്ടേഷനും വേണ്ടിയുള്ള പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും മൾട്ടിപ്പിൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തുള്ള വർക്ക് ഫ്ലോ സെറ്റിംഗ്സും അതുപോലെ അതിൻ്റെ ബിൻ ക്രിയേഷനും ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക.